ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹാലേലൂയ. ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഒരു തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുന്നവരാണോ? അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഒരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇനി എന്താണ് ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കേണ്ടത്, എന്താണ് ഇതിനൊരു മറുപടി പറയുക? അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു വചനം വരികയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 12-ാം വാക്യം. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഹാലേലൂയ. വചനം പറയുകയാണ്, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് ദൈവാത്മാവിനാൽ സംസാരിക്കുന്നവരെല്ലാം ദൈവപുത്രന്മാരെന്നല്ലേ വചനം പറയണത്, അല്ലേ? അപ്പോൾ ദൈവാത്മാവിലാണ് നിങ്ങൾ തീരുമാനമെടുക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ശരിയായ മറുപടി ദൈവം തരും. അതുകൊണ്ട് ഇന്ന് ഈ ടോക്ക് കാണുന്ന എല്ലാവരും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, നല്ല ഡിസിഷൻ എടുക്കാൻ, അത് ജോലിയുടെ മേഖലയിലായാലും കുടുംബത്തിൻ്റെ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലായാലും നല്ല തീരുമാനങ്ങൾ എന്താണ് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുമെന്നല്ല. അപ്പോൾ ഈ ഒരു തീരുമാനം, ഈ പരിശുദ്ധാത്മാവിന് ആലോചന ചോദിച്ചുകൊണ്ട് എല്ലാ തീരുമാനങ്ങൾ എടുക്കാൻ ഈ വീഡിയോ കാണുന്നവരെയും ഇത് ഷെയർ ചെയ്യുന്നവരും എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.